വെൽക്കം ബാക്ക് ടു ഒരിടത്തൊരു കഥ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചിന്ന ചിന്ന ആസൈ 2026 പുറത്തിറങ്ങിയ ഈ ഒരു സിനിമയെ പറ്റിയാണ്. വാരണാസിയുടെ മനോഹരമായ പശ്ചാത്തലത്തിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ രണ്ട് മനുഷ്യരുടെ അപ്രതീക്ഷിതമായ കൂടിക്കാഴ്ചയും അതിലൂടെ ഉണ്ടാകുന്ന ആത്മബന്ധവുമാണ് ഈ ഒരു സിനിമ പറഞ്ഞു പോകുന്നത്. വളരെ സ്ലോ പേസ് ആണെങ്കിലും അവസാനം വരെ കണ്ടാൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവം ഈ ഒരു സിനിമയിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ സ്പോയിൽ ചെയ്യാതെ ഈ ഒരു സിനിമയുടെ കഥ പറയാൻ തുടങ്ങാം. വാരണാസിയിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അവിടെ നദീകരയിലിരുന്ന് തോണി ഉണ്ടാക്കി വെള്ളത്തിൽ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് മാധവ മാഷ്. അവിടെ ഇരുന്ന് ചായ കുടിക്കുമ്പോൾ ചായക്കടക്കാരൻ മാധവ മാഷിനോട് പറയുന്നു, ആ ഒരു സ്ത്രീ അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി, സങ്കടപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. ഇത് കേട്ട് മാഷ് എന്താ സംഭവം എന്ന് ചോദിക്കാൻ പോയതും ആ ഒരു സ്ത്രീ കരയാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന ട്രാവലിംഗ് ഓഫീസറെ വിളിച്ച് പറയുന്നു, അവരുടെ ബാഗ് കള്ളനെടുത്തോണ്ട് പോയി, ഒന്നിച്ചുണ്ടായിരുന്ന ആളുകളും മിസ്സായിപ്പോയി. എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവർക്ക് ഫോൺ നമ്പർ പോലും അറിയില്ല. അവരുടെ വീട്ടിലാരെങ്കിലും നമ്പർ അറിയുമെന്ന് ചോദിക്കുമ്പോൾ അതും അവർക്ക് അറിയില്ല. ആ ഒരു സ്ത്രീ ആ ഒരു ചായ കുടിച്ച് മിണ്ടാതെ ഇരിക്കുന്നു. അങ്ങനെ കാണാതെ പോയ അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി മാഷും അവരൊന്നിച്ചു പോകുന്നു. അവിടെ വന്ന് മാധവ മാഷ് കുട്ടികൾക്ക് ചായയൊക്കെ വാങ്ങിക്കൊടുക്കുന്നു. എന്തെങ്കിലും കഴിച്ചായിരുന്നോ എന്ന് ആ ഒരു സ്ത്രീയോട് മാഷ് ചോദിക്കുന്നു. വഴിയോരത്ത് മാഷി കഴിക്കുന്നതും അവർക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ എനിക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയുമോ എന്ന് ആ ഒരു സ്ത്രീ അവരോട് ചോദിക്കുന്നുണ്ട്. മാഷാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഒറ്റ നടത്തം. അവർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നും അറിയാതെ വേഗം മാഷിന്റെ ഒപ്പം തന്നെ ഓടിപ്പോകുന്നു. ഇപ്പൊ വിശ്വാസമൊക്കെ വന്നോ? ഇവിടെ അടുത്തൊരു മസാല ദോശ കിട്ടുന്ന ഒരു കടയുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞ് ആ ഒരു ഹോട്ടലിലേക്ക് അവർ രണ്ടുപേരും പോകുന്നു. അവിടെയുള്ളവരാണെങ്കിൽ മാഷിനെ അറിയാവുന്ന ആളും വൈഫിനെ കൂട്ടിയാണോ വന്നേ എന്ന് പറഞ്ഞതും, ഹേ ഇതെന്റെ വൈഫല്ല, എൻ്റെ ഫ്രണ്ടാണ് എന്ന് പറയുന്നു. നല്ല മസാല ദോശ ഓർഡർ ചെയ്ത് ചായ വാങ്ങി കുടിക്കുന്നു. തമിഴ്നാടിനും വാരണാസിയും തമ്മിൽ ഒരു കഥയുണ്ട്, അത് പറയാൻ തുടങ്ങിയതും നമുക്ക് ഇവിടുന്ന് വേഗം പോവാം എന്ന് പറഞ്ഞതും മാഷാകെ ചമ്മിപ്പോകുന്നു. പേര് പറയാൻ വിട്ടുപോയി, ലീല എന്നാണ് പേര്. ഓഫീസിലേക്ക് അവര് എന്തായാലും അന്വേഷിച്ചു വരും എന്ന് ഉറപ്പുണ്ടായതുകൊണ്ട് ലീല അങ്ങോട്ട് പോകുന്നു. മാഷാണെങ്കിൽ ലീലയുടെ ഒന്നിച്ചുള്ള ആളുകളെ കണ്ടുപിടിക്കാൻ വേണ്ടി പുറത്തോട്ടും പോകുന്നു. ഈ ഒരു സമയത്ത് ലീലയോട് അവിടെ ഉണ്ടായിരുന്ന ഓഫീസർ കഥ പറയാൻ തുടങ്ങി. എനിക്ക് മക്കളും ഭാര്യയും ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ നാട്ടിൽ ഒരു കോടീശ്വരനായിരുന്നു. എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും സ്വത്തിനോടുള്ള ആർത്തി കാരണം ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്കൊരു നല്ല കാലം വരുമെന്നും ലീല എന്ന പേരുള്ള ഒരു സ്ത്രീ എൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്നും പറഞ്ഞു മുഴുവനാക്കുന്ന സമയത്ത് മാഷ് നേരെ അങ്ങോട്ട് വരുന്നുണ്ട്. ലീലയാകട്ടെ പുറത്തോട്ട് നടന്നു പോകുന്നു. മാഷ് ലീലയോട് പറയുന്നു, എനിക്ക് സത്യമായിട്ടും അയാൾ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അഘോരിയെ കണ്ട് ലീല പറയുന്നു, അവര് മനുഷ്യന്മാരെ കഴിക്കുമത്രേ, അവര് ശവം കത്തിച്ചതിൻ്റെ ബാക്കി കഴിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതൊക്കെ ഫേക്കാണ് എന്ന് മാഷ് പറയുന്നു. ആ തീരത്തോടെ അവര് നടന്നു പോകുന്നു. ഞാൻ വിചാരിച്ചതുപോലെയല്ല വാരണാസി. വിചാരിച്ചത് എങ്ങനെയുള്ള വാരണാസി എന്നാണ്. വിചാരിച്ച പോലെ ഒന്ന് മനസ്സിൽ കരുതി ചുറ്റും നോക്കിക്കേ, അപ്പോൾ മൊത്തത്തിൽ എന്തോ ഒരു ഫീല് കിട്ടും. പഞ്ഞിമിഠായി വാങ്ങി കഴിക്കുമ്പോൾ ലീല മാഷിനോട് ചോദിക്കുന്നു, എനിക്ക് വേണ്ടി എന്തിനാ ഇത്രയൊക്കെ ചെയ്യുന്നത്? പഞ്ഞിങ്ങളെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. നീ കേൾക്കവേ ഇല്ലേ? നീങ്കേ. ലീലയ്ക്ക് കുറച്ച് റെസ്പെക്റ്റോടെ സംസാരിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. സൊല്ലങ്കെ ഞാൻ വന്ന് മാധവ മാഷ് ഹൈസ്കൂൾ ടീച്ചർ, ഒരു മകളുണ്ട്. അവൾ ബനാറസ് യൂണിവേഴ്സിറ്റി ഡാൻസേഴ്സിൽ മാസ്റ്റർ എടുക്കുകയാണ്. ഡാൻസ് എന്ന് കേട്ടപ്പോൾ ലീലയുടെ മുഖത്ത് ഒരു തെളിച്ചം വന്നു. ഉങ്ക വീട്ടുകാരമ്മ എനിക്ക് ജാനകിയെ തന്നിട്ട് പോയി. മണികണ്ഠൻ, അവരുടെ മൂത്ത പൊണ്ടാട്ടിയുടെ പയ്യൻ. അവൻ്റെ അമ്മ മരിച്ചതിന് ശേഷം 2 വർഷം കഴിഞ്ഞ് അവരെന്നെ കല്യാണം കഴിച്ചു. അവൻ്റെ ഫാമിലി ആയിട്ട് ഡൽഹിയിലാണ്, എൻജിനീയറാണ്. എനിക്കൊരു പേരക്കുട്ടിയുണ്ട്. അവനെ കാണാതെ കുറേ നാളായി. എല്ലാവരും ഇപ്പോൾ ബിസിയല്ലേ. ഇവിടെ കാണാനല്ലേ വന്നത്. വൈകുന്നേരം വരെയുള്ള ഞാൻ എനിക്കറിയാവുന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. അതിന് ക്യാഷായിട്ട് തന്നാൽ മതി, അല്ലെങ്കിൽ ആ ഓഫീസിൽ പോയിട്ടിരുന്നോ എന്ന് പറഞ്ഞ് മാധവ മാഷ് കളിയാക്കുന്നു. അവിടുന്ന് അവർ രണ്ടാളും സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോകുന്നു. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ഇവിടെ എവിടെയോ മലായി ലസ്സി കിട്ടുമെന്ന് സുബ്ബു പറഞ്ഞായിരുന്നു.
അത് എവിടെയാണെന്നറിയോ? ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെട്ട മാധവ മാഷ് ഹിമാചൽ പ്രദേശത്തിൽ പോയ കഥയൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കപ്പിൾസ് ഉമ്മ കൊടുക്കുന്നത് കണ്ട് അവർക്ക് ചമ്മലായി. അവിടെ നിന്ന് നേരെ ലസ്സി കഴിക്കാൻ വേണ്ടി അവർ പോകുന്നു. ഈ ഒരു വയസ്സിൽ ഇതൊക്കെ കഴിച്ച് എന്തെങ്കിലും ആവുമോ എന്ന് ലീല പറയുന്നുണ്ട്. ഇത് ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്നതാ, എനിക്കൊരു പ്രശ്നം വരാൻ പോകുന്നില്ല എന്ന് മാധവ മാഷും. പിന്നെ ഇത് ബ്ലൂ ആയിട്ടില്ലല്ലോ, കടയുടെ പേര് മാത്രമായിരുന്നു ബ്ലൂ ലസ്സിന്ന്. അവൾ മാഷിനെ വിശ്വസിച്ച് മാത്രം ആ ഒരു ലസ്സി കഴിക്കുന്നു. അശോക ഹൽവ കഴിച്ചു നോക്കണം. കോഴിക്കോട് ഹൽവ കഴിച്ചിട്ടുണ്ടോ? വായിൽ കപ്പലോടും എന്ന് പറഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് മാഷ് ഛർദിയോ ഛർദി, ലീലയാണെങ്കിൽ ചിരിയോ ചിരി. ഇപ്പോൾ മനസ്സിലായി ആർക്കാ വയസ്സായതെന്ന്. പട്ടം പറത്തിക്കൊണ്ടിരിക്കുന്ന മാഷിനെ നോക്കി ലീല നിൽക്കുമ്പോൾ ഒരു കുട്ടി വന്ന് വാങ്ങൂ വാങ്ങൂ എന്ന് ചോദിച്ച് നിൽക്കുന്നുണ്ട്. വേണ്ടാന്ന് ലീല കുറേ പറഞ്ഞെങ്കിലും മാഷിൻ്റെ അടുത്തുനിന്ന് ഒരു 100 രൂപ നോട്ട് വാങ്ങി ആ ഒരു കുട്ടിക്ക് കൊടുക്കുമ്പോൾ എനിക്ക് പൈസ വേണ്ട എന്ന് പറഞ്ഞ് ഒറ്റപ്പോക്ക്. ആ ഒരു കുട്ടിക്ക് എന്ത് സ്മാർട്ടാണല്ലേ, അവൾക്ക് പഠിക്കണമൊക്കെ ആഗ്രഹമുണ്ടാവും. എവിടെയുള്ള കുട്ടികൾക്ക് പഠിക്കാനൊക്കെ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് പഠിക്കാത്തത്. ലീലയുടെ ഒന്നിച്ചുണ്ടായിരുന്നവർ അവളെ തേടി ഓഫീസിലേക്ക് വന്നു. മാഷിന്റെ മകളായ ജാനകിയുടെ പിറന്നാളാണ് നാളെ. അതിനുവേണ്ടി ഒരു സാരി വാങ്ങാൻ മാഷ് ലീലയോട് ഹെൽപ്പ് ചോദിക്കുന്നു. എനിക്കാണെങ്കിൽ സാരി ഒന്ന് നോക്കിയെടുക്കാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോടാണോ പറയുന്നത്? എൻ്റെ വീട് തന്നെ തഞ്ചാവൂരാ എന്ന് പറഞ്ഞ് ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് ഷോപ്പിലേക്ക് അവർ രണ്ടുപേരും പോകുന്നു. അവിടെ ഒരു സാരി എടുത്താൽ ഒരു സാരി ഫ്രീ ആയിരുന്നു. അങ്ങനെ ലീല ഒരു സാരി എടുക്കുന്നു. അത് കണ്ട് മാധവൻ മാഷ് ഒരു മുല്ലപ്പൂവും വാങ്ങി വന്ന് കൊടുക്കുന്നു. അത് ലീലയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവിടുന്ന് പോകുമ്പോൾ ഒറ്റപ്പോക്ക് തിരിഞ്ഞു പോലും മാഷിനെ നോക്കുന്നില്ല. മാഷാണെങ്കിൽ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇങ്ങനെ വേഗം നടന്ന ചെരുപ്പ് പൊട്ടിപ്പോകും കേട്ടോ. ജാനകിക്ക് വാങ്ങിയ സാരി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും പറഞ്ഞു കേൾക്കാത്ത പോലെ ലീല ദേഷ്യത്തിൽ നടന്നു പോകുന്നു. ഇതാ തമിഴ് അസോസിയേഷന് കോള് വന്നു. അപ്പം അങ്ങ് തിരിഞ്ഞു നോക്കി. ഞാൻ വെറുതെ പറഞ്ഞതാ, മല്ലിപ്പൂ അല്ലേ, റോസാപ്പൂവൊന്നുമല്ലല്ലോ, അതെനിക്ക് പിടിക്കലേ എന്ന് ലീല പറയുന്നു. അപ്പോൾ ജാനകിയുടെ കോള് മാഷിന് വരുന്നു. ഫുഡ് കഴിക്കാൻ പോവാം എവിടെയെങ്കിലും എന്നവൾ പറഞ്ഞതും ഞാൻ വരുന്നില്ല, വൈകുന്നേരം കാണാം, എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഒന്നിച്ചുണ്ട് എന്ന് പറഞ്ഞതും പരിങ്ങിയതുപോലെ ജാനകിയോട് മാഷ് സംസാരിക്കുന്നു. അതേതാ ഞാനറിയാത്തൊരു ഫ്രണ്ട്? അതൊക്കെ പൊട്ടി നാളത്തെ കാര്യം ശരിയായോ എന്ന് ചോദിച്ചതും ആ ഒരു കാര്യം ഞാൻ വിട്ടുപോയി, ഇപ്പം പോവാം മോളെ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചതും ലീലയോട് പറയുന്നു, നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയാലോ? നാളത്തെ ഒരു കാര്യം അറേഞ്ച് ചെയ്യാനാ, അത്യാവശ്യ കാര്യമായിരുന്നു, ഞാനതങ്ങ് മറന്നു. മോള് വിളിച്ചപ്പോളാ ഞാനത് ഓർത്തത്. എന്നോട് നിങ്ങൾ സോറി പറയണം. എന്താ സോറി? സോറി. പിന്നെ നോർമലി അവർ രണ്ടുപേരും ആ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് കാല് വേദനിച്ച് അവർ ഒരു വഴിയോരത്തിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന വീട്ടിലെ ഭാര്യയും ഭർത്താവും വഴക്കിടുന്നത് കണ്ട് ലീല മാഷിനോട് ചോദിക്കുന്നു, നിങ്ങൾക്കും നിങ്ങളെ ഭാര്യയ്ക്കും ഇടയിൽ ഇങ്ങനെ വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നോ? നമ്മൾ പ്രണയിച്ച കല്യാണം കഴിച്ചത്? ഇല്ലെന്ന് തന്നെ പറയാം. 1.5 വർഷം ഒന്നിച്ച് ജീവിച്ചു. സത്യം പറഞ്ഞാൽ ഒരു 6-7 മാസം. ആ ഒരു സമയം വേറെ തന്നെയാ. പിന്നെ ഗർഭമായി, ഒളിച്ചോട്ടായി, കല്യാണമായി, ബഹളായി. എനിക്കും അവർക്കും ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാവും. ചെറിയ ചെറിയ കാര്യത്തിന് പോലും വഴക്കുണ്ടാവും. എന്തു തന്നെയായാലും അവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അവർക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നില്ല. അവരുടെ മകനെ നോക്കാൻ ഒരാളെ വേണം. അത് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്ന സമയം പോലും അവരെ നോക്കുന്നതാണ് എൻ്റെ കടമ എന്ന് പറയുമായിരുന്നു. അപ്പോൾ തന്നെ ഒരു ഇമോഷണലായി. പിന്നീട് അവർ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. മാഷ് പോയി. അത് കഴിഞ്ഞ് അവർ നേരെ രണ്ടുപേരും മട്ടൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോകുന്നു. അവിടെ പോയപ്പോൾ മാഷ് നേരെ ജാനകിക്ക് വിളിച്ച് പറയുന്നുണ്ട്, ഒരു പാവം സ്ത്രീയാ, അവരുടെ ഒന്നിച്ചുള്ളവരൊക്കെ കാണാതെയായി, അവരെ കണ്ടുപിടിച്ച് കൊടുത്ത് ഞാൻ അങ്ങോട്ട് വരാം. എൻ്റെ പൊന്നു മാധവ മാഷേ, എന്നോട് എന്തിനാ ഈ എക്സ്പ്ലനേഷനൊക്കെ? എനിക്ക് അറിയാഞ്ഞിട്ടാണോ? നിങ്ങൾ തമ്മിൽ പ്രേമാണെന്ന് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് ജാനകി വെറുതെ മാഷിനോട് പറയുന്നുണ്ട്. നീ ഒന്ന് വെച്ചേ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. പിന്നീട് ആ ഒരു സ്ഥലത്ത് പോയി മാഷ് പോയി സംസാരിക്കുന്നുണ്ട്. ലീലയാണെങ്കിൽ അവിടെ മൊത്തത്തിൽ നിരീക്ഷിക്കുന്നു.
അത് കണ്ട് ലീല മാഷിനോട് ചോദിക്കുന്നു, ഇവിടെ എന്താ ഇങ്ങനെ? ഇവിടെ കിടന്ന് മരിച്ച മോക്ഷം കിട്ടുമെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. ഒറ്റയ്ക്ക് വരുന്നവരാണ് കൂടുതലും. വേണമെങ്കിൽ ഒരാളെയും കൂട്ടാം. ഇവിടെ വന്ന് 15 ദിവസത്തിൽ ചെക്ക് ഇൻ ചെയ്ത് മരിച്ചില്ലെങ്കിൽ ചെക്ക് ഔട്ട് ചെയ്യും. മരണാന്തര ചടങ്ങ് ചെയ്ത് ഇവിടെ നിൽക്കുന്നവരുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും ദൈവത്തെ കണ്ട ഞാൻ ദൈവത്തോട് ചോദിക്കും, എനിക്കെന്തിനാ ഇതുപോലത്തെ ഒരു ജീവിതം തന്നതെന്ന്. എനിക്കിവിടെ ഭയങ്കര സന്തോഷം കിട്ടുന്നു. ഇതുപോലെ ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല. ആരതിയാവും വരെ സമയമുണ്ട്. നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ നീ പറഞ്ഞോ എന്ന് മാഷ് പറയുന്നു. നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന എന്ത് കാര്യമാണ് ജീവിതത്തിലുള്ളത്? ജാനകി ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്കും ജാനകിയെ കാണണമെന്നുണ്ട്. എനിക്ക് ഡാൻസർ ആവണമെന്നായിരുന്നു ആഗ്രഹം. അവർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ പിന്നീട് ഡാൻസ് കളിച്ചിട്ടില്ല. അവർ സംസാരിച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്ന് തട്ടി അവരുടെ കയ്യിലുണ്ടായിരുന്ന ചിതാഭസ്മം താഴെ വീണ് പൊട്ടുന്നു. അവൻ അതൊക്കെ പെറുക്കിയെടുത്ത് ലീലയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി അവനൊന്നും പറയാതെ അവിടുന്ന് പോകുന്നു. ആ ഒരാൾ ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ട് മാഷ് പോയി സംസാരിക്കുന്നു. അയാൾ എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്നു. ലീല പോയി സംസാരിക്കുമ്പോൾ, സാരി ഉടുത്ത് പോകുമ്പോൾ ട്രാവൽ ചെയ്യാൻ ഭയങ്കര കഷ്ടപ്പാടല്ലേ? എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. കല്യാണത്തിന് റിസപ്ഷന് വൈറ്റും ആയ ഒരു സാധനം ഇട്ടായിരുന്നു. നമ്മൾ കുറേ ട്രാവൽ ചെയ്തായിരുന്നു. വാവ ഉണ്ടായപ്പോൾ അവൾ കുറേ മാറി. ഭാവിക്ക് സുഖമില്ലെങ്കിൽ പറയാതെ ഇരിക്കുക. എനിക്ക് വർക്ക് പ്രഷറായിട്ട്. പക്ഷേ അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അവൻ ഇത് പറഞ്ഞ് പൊട്ടിക്കരയാൻ തുടങ്ങി. അവൻ ഇതൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി. ആരുമില്ലാത്തതുപോലെ അവൻ അവരോട് പറഞ്ഞ് സമാധാനിച്ചു. ആ ഒരു ചിതാഭസ്മം നദിയിലൊഴുക്കി. അപ്പോൾ തമിഴ് അസോസിയേഷനിൽ നിന്ന് കോള് വന്നു ലീലയെ കൂട്ടിക്കൊണ്ടുപോവാൻ. ലീലയുടെ ഒന്നിച്ചുണ്ടായവർ ആ ഒരു ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ പോവാൻ നിൽക്കുമ്പോൾ ലീല പറയുന്നു, എൻ്റെ കൂടെ ഒന്നിച്ച് വരണ്ട. അവർ നിങ്ങളെ കണ്ടാൽ എന്തെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിക്കും എന്ന് പറഞ്ഞ് ലീല ഒറ്റയ്ക്ക് പോവാം എന്ന് പറയുന്നു. എല്ലാ ചെലവിന് കണക്ക് വെച്ചോ. വീട്ടിൽ പോയി ഞാൻ എല്ലാം അയച്ചു തരാം. ഇതുവരെ ചെയ്ത എല്ലാ കാര്യത്തിനും താങ്ക്സ് എന്ന് പറഞ്ഞ് ലീല പോവാൻ വേണ്ടി നിൽക്കുമ്പോൾ മാഷ് ഒറ്റപ്പോക്ക്, തിരിഞ്ഞു പോലും നോക്കാതെ. പിന്നെ കുഞ്ഞു ലീലയുടെ അവളുടെ അച്ഛൻ്റെയും കഥയാണ് കാണിക്കുന്നത്. അത് ആലോചിച്ചിരിക്കുമ്പോൾ ഒരു പയ്യൻ വന്ന് ലീലയോട് സംസാരിക്കുന്നു. ആരാ എന്താ ഒന്നും അറിയില്ല. ലീല വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ടാണ് ആ ഒരു പയ്യൻ അങ്ങോട്ട് വന്ന് അവളോട് സംസാരിച്ചത്. പക്ഷെ അവളാണെങ്കിൽ ആ ഒരു പയ്യനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. തമിഴാണോ? ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. നീ എങ്ങനെ ഇവിടെ വന്നു എന്ന് വേഗം പറഞ്ഞോ. ഇവിടെ ഒറ്റക്കായവർ മടങ്ങിപ്പോകാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട്. അവർ ഇവിടെ മരിച്ചതിന് ശേഷം മാത്രമേ ഇവിടുന്ന് പോകാൻ പറ്റൂ എന്ന് പറയുന്നതും ലീല കരയാൻ തുടങ്ങി. ആ ഒരു പയ്യൻ പെട്ടെന്ന് അവളോട് പറയുന്നുണ്ട്, ഞാൻ വെറുതെ പറഞ്ഞതാ എന്ന് പറഞ്ഞ് പിന്നെ കാണിക്കുന്നത് അവർ രണ്ടുപേരും കൂടി ഒരു ചായക്കടയിൽ ചായ കുടിക്കുന്നതാണ്. ഞാൻ ഒരാളെ അന്വേഷിച്ച് നടക്കുന്നതാണ്. അങ്ങനെ അവർ രണ്ടുപേരും മാഷിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നടന്നു പോകുന്നു. ഈ ഒരു സമയത്ത് ലീലയുടെ ബാഗ് മോഷ്ടിച്ച കള്ളിനെ കണ്ടതും അവരുടെ പിന്നാലെ തന്നെ ലീല ഓടിപ്പോകുന്നുണ്ട്. ആ ഒരു സമയം ലീലയെ ഒന്നിച്ചുണ്ടായിരുന്ന ആളുകളെ കാണുകയും മാഷിനെയും കാണുന്നുണ്ട്. അവരുടെ ഒന്നിച്ച് മാഷും ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ ലീലയെ ചീത്ത പറയുന്ന സമയം അവളുടെ മുഖം മാഷിൻ്റെ മുഖത്തായിരുന്നു. മാഷാണെങ്കിൽ ലീലയുടെ മുഖത്തും. അവരുടെ ഒന്നിച്ചുണ്ടായിരുന്ന ആളുകളെല്ലാം ലീലയെ കുറ്റപ്പെടുത്തുന്നത് മാഷ് കേട്ടിരുന്നു. ഇതൊക്കെ കേട്ട് മാഷ് നേരെ ലീലയുടെ കൈപിടിച്ച് നാളെ രാവിലെ ട്രെയിൻ എത്തുന്ന സമയത്ത് അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് കൈപിടിച്ച് ലീലയെ അവിടുന്ന് വിളിച്ചു കൊണ്ടുപോകുന്നു. എന്താ സംഭവിച്ചതെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായിട്ടില്ല. മാഷ് പിന്നീട് പറയുന്നുണ്ട്, എനിക്ക് ആ ഒരു സമയം അങ്ങനെ ചെയ്യാൻ തോന്നി. എനിക്കറിയാം എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ലീലയോട് മാഷ് ചോദിക്കുന്നു. എന്നെ എന്തിനാ ഒറ്റയ്ക്ക് വിട്ടു പോയത് എന്ന് ചോദിക്കുന്നതും മാഷ് ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരിക്കുന്നു. അപ്പം തന്നെ ആ ഒരു പയ്യൻ അവരുടെ നടുക്ക് വന്ന് ഇരിക്കുന്നു. അവൻ പറയുന്നു, ഞാനാണ് ലീലയുടെ പുതിയ ഫ്രണ്ട്. ഞാൻ ലീലയ്ക്ക് വാക്ക് കൊടുത്തായിരുന്നു മാഷിനെ കണ്ടുപിടിച്ച് കൊടുക്കാമെന്ന്. കളഞ്ഞു പോയ പേഴ്സും അവളുടെ ഫോണും ആ ഒരു പയ്യൻ അവൾക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയം ലീലയ്ക്ക് ഭയങ്കര തലവേദന എടുക്കുകയും ടയേർഡ് ആയതുകൊണ്ട് മാഷ് പറയുന്നുണ്ട്, വിരോധം ഇല്ലെങ്കിൽ ഇവിടെ അടുത്ത് ഹോട്ടലുണ്ട്, അവിടെ പോയി ഫ്രഷായി വൈകുന്നേരം ആരതിയുടെ സമയത്തേക്ക് വരാം എന്ന് പറയുന്നു. മാഷ് കുളിക്കാൻ പോയ സമയത്ത്
ജാനകി ആവട്ടെ മാഷിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു. ആ ഒരു സമയം ജാനകിയുടെ ഫോൺ എടുത്തത് ലീലയായിരുന്നു. അച്ഛൻ ഫോൺ എടുക്കാത്ത സമയം ഞാൻ നല്ലോണം പേടിച്ചുപോയി. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ആൻറ്റിയെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ജാനകി ലീലയോട് ചോദിക്കുന്നു. അത് കഴിഞ്ഞ് ആ ഒരു പുതിയ സാരി ഉടുത്ത് ജാനകിയും മാഷും ആരതി കാണാൻ വേണ്ടി പോകുന്ന സമയം അവിടെ ഉണ്ടായിരുന്ന കാഴ്ചകളൊക്കെ ചുറ്റിക്കണ്ടാണ് പോകുന്നത്. മാഷിൻ്റെ അടുത്ത് ആ ഒഴിഞ്ഞ സീറ്റ് ബോട്ടിൽ കണ്ടപ്പോൾ നേരെ പോയി ലീല അവിടെ പോയിരിക്കുന്നു. അവരറിയാതെ അവരുടെ മനസ്സ് തമ്മിൽ എന്തോ സംതിങ് ഫിഷിങ് അതുണ്ട്. അത് കഴിഞ്ഞ് ഒരു പാട്ട്, നല്ലൊരു പാട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കെ അവർ ആരതിയൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് മടങ്ങുന്ന സമയം അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിക്ക് 100 രൂപ കൊടുക്കുന്നുണ്ട്. മാഷ് പിന്നീട് പറയുന്നു അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, അത് കണ്ടാൽ മതിയായിരുന്നു എന്ന് പറയുന്നു. അത് ഒരു ആർട്ടല്ലേ, എന്തിനാ വെറുതെ പൈസ കൊടുക്കുന്നേ എന്ന് മാഷ് പറയുന്നു. ആർട്ടിന് ടിക്കറ്റ് എടുത്ത് പൈസ കൊടുത്തു എന്ന് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവർ സംസാരിച്ചു പോകുമ്പോൾ ആ ഒരു വഴിയരികത്ത് ഒരു പരിപാടി നടത്തുന്നുണ്ടായിരുന്നു. ആ പരിപാടി കണ്ടു നിൽക്കുമ്പോൾ മാഷ് പറയുന്നു എനിക്കൊരു ആശയുണ്ട്. നേരെ പോയി ആ വയലിൻകാരനോട് ഒരു കാര്യം പറയുന്നു. അവരാണെങ്കിൽ ഒച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട് അടുത്തതായി ലീലയുടെ ഓഗ്രൻ ഡാൻസ് ആണ്. ലീലയാകട്ടെ ഞെട്ടിപ്പോയി. ലീല എവിടെ പോയി ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അവസാനം ഡാൻസ് കളിച്ചതുകൊണ്ട് അവരെന്ന് കിട്ടിയ ഒരു ഷെയർ ലീലയ്ക്ക് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് പോകുമ്പോൾ ലീല മാഷിനോട് പറയുന്നു മാഷിന് ഞാനൊരു സമ്മാനം തരാം. ഓ നിനക്കിപ്പോൾ കാശൊക്കെ കിട്ടിയല്ലോ, നീ ഇപ്പോൾ കാശുകാരിയായല്ലോ എന്നൊക്കെ പറഞ്ഞ് മാഷ് ലീലയെ കളിയാക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് കറങ്ങുന്ന ഒരു സാധനമില്ലേ, എനിക്കതിൻ്റെ പേരറിയില്ല കേട്ടോ, അതിൽ ലീല കറങ്ങുന്നുണ്ട്. ആ ഒരു സമയം നമ്മൾ ആദ്യം കണ്ട ഫ്ലേട്ടിംഗ് ഓഫീസറില്ലേ അയാൾ അങ്ങോട്ട് വരുന്നുണ്ട്. പുതിയ ഷർട്ട്, പുതിയ സാരി എല്ലാം പുതിയതാണല്ലോ. ഞാൻ കണ്ടായിരുന്നു നിങ്ങൾ ലോഡ്ജിലേക്ക് പോകുന്നത്. ഇനി എങ്ങോട്ടാ മാഷ്, കേരളത്തിലേക്ക് ട്രെയിൻ കയറുന്നതോ അല്ല തഞ്ചാവൂരിലേക്കോ എന്ന് പറഞ്ഞതും ആ ഒരു സമയം ലീല അങ്ങോട്ട് വരുന്നു. ആ കറങ്ങുന്ന സാധനത്തിൽ കയറിയതിൻ്റെ പൈസ കൊടുക്കാൻ മാഷ് നിൽക്കുമ്പോൾ എന്തിനാ ഇവരുടെ അടുത്തുനിന്ന് പൈസ വാങ്ങുന്നത്? ഇനി ഇവർക്ക് കുറേ കറങ്ങാൻ പോകാനുണ്ട്, വണ്ടി കാശൊക്കെ വേണം. ഇവരുടെ അടുത്തുനിന്ന് പൈസ വാങ്ങിയാൽ അവർക്കതൊന്നും കൊടുക്കാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞ് ആക്കുന്നുണ്ട്. ഈ ഒരു സമയം മാഷ് പറയുന്നുണ്ട് ഒന്നാ നീ കൊടുത്തോ എന്ന് പറഞ്ഞ മാഷ് അവിടുന്ന് ഒറ്റപ്പോക്ക്. അത് കഴിഞ്ഞ് അവിടെ നിർത്തിവെച്ച ബോട്ടിൽ അവർ രണ്ടുപേരും കിടന്ന് ആകാശം നോക്കി കിടക്കുന്നു. ലീല മാഷിനോട് ചോദിക്കുന്നു എന്നെ ആദ്യം കണ്ടപ്പോൾ എന്താ തോന്നിയത്? മാഷാണെങ്കിൽ നീ കരയുന്ന സമയത്ത് ഞാൻ ആകെ പെട്ടുപോയെന്ന് എനിക്ക് തോന്നി. എനിക്കെന്ത് തോന്നി എന്ന് ചോദിച്ചേ. ചോദിക്ക് എന്ന് പറഞ്ഞതും ആ ചോദിച്ചു എന്ന് പറഞ്ഞ് മാഷ് പറഞ്ഞതും ലീല പറയുന്നുണ്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ചിരിക്കുന്നു. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത്, പക്ഷേ ഞാനിപ്പോൾ പറയട്ടെ എനിക്കെന്താ തോന്നിയെന്ന്. ഇതുപോലെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല സത്യമായിട്ടും. എന്തൊരു വ്യത്യാസമുള്ള ഒരു ഫീലാണെന്നറിയോ. ഈ ഒരു വയസ്സിൽ ഇതൊക്കെ ശരിയാണോ എന്നെനിക്കറിയില്ല. പക്ഷേ ഇന്ന് രാവിലെ കണ്ട ഒരാളെ ഒന്നിച്ച് ഇന്നിതാ രാത്രി വാനം നോക്കി കിടക്കുന്നു എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ചിരിക്കുന്നു. അവരും നിങ്ങളുടെ ലതയും മുകളിൽ നിന്ന് നോക്കി ചിരിക്കുന്നുണ്ടാവും നമ്മളെ നോക്കി. ഇപ്പോൾ വയസ്സായില്ലേ, ചെറുപ്പത്തിൽ നിങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ലീല ചോദിക്കുമ്പോൾ പോക്കറ്റിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് ലീലയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. ഈ ഒരു ഫോട്ടോ എനിക്ക് വേണം എന്ന് പറഞ്ഞ് ലീല കയ്യിൽ പിടിക്കുന്നു. 53 വയസ്സായില്ലേ? അല്ല 52 വയസ്സ്. ശരി, 52 വയസ്സുള്ള കുട്ടിക്ക് ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒരു കഥ പറയാൻ വന്നില്ലേ, അത് തന്നെ പറഞ്ഞോ. അപ്പോൾ ഞാൻ ശരിക്കും ചമ്മിപ്പോയി. അല്ലാതെ പിന്നെ അത്രയ്ക്കും ടെൻഷനിലിരിക്കുമ്പോൾ ആ കഥ പറഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെയാണ് കേൾക്കുക എന്ന് ലീല പറയുന്നു. അങ്ങനെ രാവിലെ ആയ സമയം ലീല എഴുന്നേറ്റ് മാഷിനെ കുറച്ച് സമയം നോക്കിയിരുന്ന് ചിരിച്ചുകൊണ്ട് മാഷിൻ്റെ മുടിയൊക്കെ തലോടി കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും കിടക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മാഷ് എണീറ്റ് നോക്കുമ്പോൾ നല്ല ഉറക്ക ലീല. ലീലയെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. ലീലയെ എഴുന്നേക്ക്. പിന്നെയും ലീലയെ വിളിക്കുന്നു. പക്ഷേ ഒരനക്കവുമില്ല. മാഷാണെങ്കിൽ നേരെ ബോട്ടിൽ നിന്നിറങ്ങി ഒറ്റ നടത്തം. ചായക്കാരൻ വന്നതും 2 ചായ വാങ്ങി അവിടെ നിന്ന് എന്തോ ആലോചിക്കുന്നു. പിന്നെ അങ്ങോട്ട് ഇരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ലീല മരിച്ചതാണ്. പിറ്റേ ദിവസം രാവിലെ ട്രെയിനിൽ പോകാൻ നിന്ന ആളുകളൊക്കെ ലീലയെ കാണാൻ വേണ്ടി വരുന്നുണ്ട്.
അത് കഴിഞ്ഞ് ജാനകി മാഷിൻ്റെ അടുത്ത് വരുമ്പോൾ മാഷിൻ്റെ ആ ചെറുപ്പകാലത്തുണ്ടായിരുന്ന ആ ഒരു ഫോട്ടോ, കയ്യിലുണ്ടായിരുന്ന പൈസയും ലീലയുടെ കയ്യിൽ നിന്നെടുത്ത് ജാനകി മാഷിന് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സീന് ഭയങ്കര ഇമോഷണൽ നിറഞ്ഞതാണ്. അത് കഴിഞ്ഞ് കത്തിയിരുന്ന ശവവും നോക്കി നിൽക്കുന്നു. പിന്നെ കാണിക്കുന്നത് അവസാനം മാഷ് ആ ഒരു നദീകരയിൽ ഇരിക്കുന്ന സമയം ആ ബോട്ടിൽ ലീല ഇരിക്കുന്നതാണ്. മാഷിനെ നോക്കി ചിരിക്കുന്നു. കുറെ കഴിയുമ്പോൾ ആ ഒരു ബോട്ട് നദീകരയിൽ നിന്ന് നീങ്ങി മറിയുന്നു. ഇവിടെ ഈ ഒരു കഥ അവസാനിക്കുന്നു. ചിന്ന ചിന്ന ആസൈ ഒരു പ്രണയകഥ മാത്രമല്ല, ജീവിതത്തിൽ നഷ്ടപ്പെട്ട സന്തോഷവും ആത്മവിശ്വാസവും വീണ്ടും കണ്ടെത്തുന്ന രണ്ട് മനുഷ്യരുടെ യാത്ര കൂടിയായിരുന്നു. ഈ ഒരു സിനിമ കണ്ടിരിക്കാൻ എന്തോ ഒരു സുഖമാണ്, ഒരു നോവൽ വായിച്ച സുഖം. ഈ ഒരു സിനിമയുടെ കഥ കേട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും. ബൈ.